ഗോൾഡ് FM കൗതുക വാർത്തകൾ. കൗതുക വാർത്തയുമായി ശ്രീകുമാർ. നമ്മൾ പ്രവാസികൾ വിമാനയാത്രയുടെ മധുരവും കയ്പും നന്നായി അറിയാവുന്നവരാണ്. ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഒരു പക്ഷിയെപ്പോലെ പറന്നിറങ്ങുന്ന ഈ സാങ്കേതിക യാത്രാ സൗകര്യം ഏവർക്കും ഒരത്ഭുതവുമാണ്. പക്ഷേ ഉയർന്നു പൊങ്ങി ഒരു പരിധിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളയോ നീലയോ ആയ മേഘങ്ങളെ മാത്രം കണ്ട് മണിക്കൂറുകളോളം യാത്ര ചെയ്യേണ്ടി വരുന്ന അവസ്ഥ പലർക്കും മടുപ്പ് സമ്മാനിക്കുന്നുമുണ്ട്. ഇനിയിതാ ആ അവസ്ഥയ്ക്കും പരിഹാരമാകുന്നു. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ പ്രോസസ് ഇന്നൊവേഷൻ അഥവാ CPI വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിമാനം പുറത്തുള്ള കാഴ്ചകളിലേക്ക് യാത്രക്കാരെ നയിക്കുന്നു. അടുത്ത 10 വർഷത്തിനകം ഇത്തരം വിമാനങ്ങൾ സാധാരണമായി മാറുമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. വിൻഡോകൾക്കു പകരം വലിയ OLED സ്ക്രീനുകളാണ് ഈ വിമാനങ്ങളിലുള്ളത്. യാത്രികരുടെ ആനന്ദം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമായി ഈ സ്ക്രീനുകൾ മാറുന്നു. ഉന്നത നിലവാരമുള്ള OLED സ്ക്രീനുകളിൽ പുറത്തുനിന്നുള്ള കാഴ്ചകളാണ് തെളിയുക. വിമാനത്തിന്റെ പുറംഭാഗത്ത് ഘടിപ്പിക്കുന്ന ക്യാമറകൾ പിടിക്കുന്ന ചിത്രങ്ങൾ തത്സമയം ഈ സ്ക്രീനുകളിലൂടെ യാത്രക്കാർക്ക് കാണാനാകും. മാത്രവുമല്ല, ഈ സ്ക്രീനുകളിലൂടെ യാത്രക്കാർക്ക് ഇന്റർനെറ്റ് ആക്സസ് ലഭിക്കുകയും ചെയ്യും. സ്പൈക്ക് എയ്റോസ്പേസ് എന്നാണ് വിമാനത്തിന്റെ പേര്. വിമാനത്തിന്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2018 ഇത് പുറത്തിറങ്ങും. $80 ദശലക്ഷം സ്പൈക്ക് എയ്റോസ്പേസിന്റെ മൊത്തം നിർമ്മാണ ചെലവ്. വിൻഡോകൾ നീക്കം ചെയ്യുന്നതുവഴി വിമാനത്തിന്റെ ഭാരം കുറയ്ക്കുവാനും സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രധാന നേട്ടം. ഇന്ധനച്ചെലവിൽ ഇത് വലിയ ലാഭമുണ്ടാക്കി തരികയും ചെയ്യുമെന്നാണ് കമ്പനിയുടെ വാദം. എങ്കിൽ പിന്നെ 2018 സ്പൈക്കിൽ വെച്ച് കണ്ടുമുട്ടാം. ഗോൾഡ് FM കൗതുക വാർത്തകൾ.